ഓം ശാന്തി. മഹാഭാരതത്തിലെ വിതുരരുടെ ഒരനുഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. മഹാഭാരത യുദ്ധം നിശ്ചയിക്കപ്പെട്ട സമയം, കൃഷ്ണൻ്റെ ദൂതിന് മുന്നുള്ളതായിട്ടുള്ള സമയം, എല്ലാ രീതിയിലും യുദ്ധം നടക്കും എന്നുറപ്പായ സമയത്ത് ധൃതരാഷ്ട്രരെ സംബന്ധിച്ചിടത്തോളം വിതുരരോട് ഒരല്പം പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം പാണ്ഡവരെ എന്നും സഹായിക്കുന്നവനാണ് വിതുരരെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് പറയുമായിരുന്നു. ധർമ്മപക്ഷത്തെ വിതുരർ നിൽക്കൂ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കൃഷ്ണൻ തൻ്റെ പരമഭക്തന്മാരുടെ കൂട്ടത്തിൽ ഒരാളായി കണ്ട ആളായിരുന്നു വിതുരർ. കൃഷ്ണൻ ദൂതുമായി ചെല്ലുന്ന സമയത്ത് കൗരവസഭ വളരെ ആർഭാടത്തോടു കൂടി അത്യധികം ഉയർന്ന അതിഥിയായിക്കൊണ്ട് സ്വർണ്ണ തൽപ്പത്തിലിരുത്തി, സിംഹാസനത്തോളം തന്നെ പ്രാധാന്യമുള്ള ഒരു സ്വർണ്ണ തൽപ്പത്തിലിരുത്തി കൃഷ്ണനെ ആദരിച്ചു, എല്ലാ അർഘ്യങ്ങളും കൊടുത്തു. അവസാനം കൃഷ്ണനെ ആഹാരം കഴിക്കാൻ വിളിച്ചപ്പോൾ കൃഷ്ണൻ്റെ വാക്ക് കൂറുള്ള ചോറേ ഞാൻ ഉണ്ണൂ എന്ന്. അങ്ങനെ കൗരവരുടെ ആഹാരം കഴിക്കാതെ വിതുരരുടെ വീട്ടിൽ നിന്നായിരുന്നു കൃഷ്ണൻ ആഹാരം കഴിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു അന്തി ഉറങ്ങിയത്. പിറ്റേ ദിവസം സഭയ്ക്ക് മുന്നേ സമയത്തിലെ കൃഷ്ണൻ കൗരവന്മാരുടെ സഭയിൽ വന്നിട്ടുള്ളൂ. അത്തരത്തിൽ കൃഷ്ണന് വിശ്വാസമുള്ള, എൻ്റെ യഥാർത്ഥ ഭക്തൻ എന്ന് കൃഷ്ണൻ മാനിക്കുന്ന ഒരാളായിരുന്നു വിതുരർ. അതുകൊണ്ട് ഒരു കാര്യം ധൃതരാഷ്ട്രർക്കും അറിയാം, വിതുരൻ ശ്രമിക്കുകയാണെങ്കിൽ കൃഷ്ണനെ തൻ്റെ പക്ഷത്തേക്ക് മാറ്റാൻ സാധിക്കുമെന്ന്. അങ്ങനെ യുദ്ധം നടക്കും എന്ന് ഉറപ്പായ സമയത്ത് ധൃതരാഷ്ട്രർ വിതുരരെ വിളിച്ച് പറയുകയാണ്, നീ പോയിട്ട് പാണ്ഡവന്മാരുടെ അടുത്ത് ദൂതനായിട്ട് പോകണം. ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ് അവർ. അതുകൊണ്ട് ധർമ്മത്തിൻ്റെ പേരിൽ നിനക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിക്കാനും, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ നമ്മുടെ പക്ഷത്തേക്ക്, നിന്നിൽ അത്രയും വിശ്വാസമുള്ള ആളാണ് കൃഷ്ണൻ, അതുകൊണ്ട് കൃഷ്ണനെ നമ്മുടെ പക്ഷത്തെങ്കിലും ആക്കാനായിട്ട് നീ ശ്രമിക്കണം എന്ന് പറയും. അപ്പോൾ വിതുരർ തിരിച്ചു ചോദിക്കുകയാണ്, അങ്ങയ്ക്ക് നാണല്ലേ? അങ്ങയുടെ പുത്രനല്ലേ ദുര്യോധനൻ? അങ്ങല്ലേ ഇവിടുത്തെ മഹാരാജാവ്? ദുര്യോധനൻ അഥവാ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവൻ അങ്ങ് പറഞ്ഞത് അനുസരിക്കില്ല എന്നുണ്ടെങ്കിൽ രാജ്യത്തുനിന്ന് പുറത്താക്കണം. അല്ലാതെ അവൻ്റെ അധർമ്മത്തിന് വേണ്ടി കൂട്ടുനിൽക്കാൻ വേണ്ടി എന്നെ വിളിച്ച് പറയുന്നത് തെറ്റല്ലേ? അതുകൊണ്ട് ഒരു കാരണവശാലും അധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, രാജാവിൻ്റെ കർത്തവ്യം അവിടെ തെറ്റ് ചെയ്യുന്ന ആളുകളെ പുറത്താക്കുക എന്നുള്ളതാണ്. അവരാര് തന്നെയാണെങ്കിലും തെറ്റ് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അങ്ങയുടെ കണ്ണുകളുടെ അന്ധത അങ്ങയുടെ മനസ്സിനെ കൂടെ ബാധിച്ചോ? എന്ത് മോശമായിട്ടുള്ള കാര്യമാണ് അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് കർണനും ദുര്യോധനനും ശകുനിയും ആ മുറിയിലേക്ക് കയറി വന്നു. ഇതോടെ അവരുടെ ദേഷ്യം അങ്ങ് രോക്ഷം പൂർണ്ണമായിട്ട് കത്തി. ദുര്യോധനനെ പുറത്താക്കണം എന്ന് പറഞ്ഞത് കേട്ടിട്ടാണ് അവർ മുറിയിലുള്ളിൽ കയറി വരുന്നത്. അപ്പോൾ ഉടനെ പറയുകയാണ്, എടോ മഹാപാപി, എടോ ദുഷ്ട, ഞങ്ങളുടെ ചോറും തിന്നുകൊണ്ട് പാണ്ഡവരുടെ കൂറോടുകൂടി നീ ഇവിടെ ജീവിക്കുകയാണ്. അതുകൊണ്ട് എന്നെയല്ല ഇവിടെ നിന്ന് പുറത്താക്കേണ്ടത്. ഈ രാജ്യത്തിനോട് ദ്രോഹം കാണിക്കുന്നത്, രാജ്യത്തിലെ വിദ്രോഹിയായിരിക്കുന്നത് നീയാണ്. അതുകൊണ്ട് നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കണം. അതുകൊണ്ട് ഞാൻ ദാസന്മാരെ വിട്ട് നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കും മുന്നേ ഇന്ന് ഈ നിമിഷം നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളണമെന്ന്. ഒരു സെക്കൻഡ് മനസ്സൊന്ന് പതറിപ്പോയി വിതുരർക്ക്. അടുത്ത സെക്കൻഡ് തൻ്റെ മാനസിക നിലയെ വീണ്ടെടുത്തു. എന്നാൽ തൻ്റെ താടി തടവിക്കൊണ്ട് ഒരു പുഞ്ചിരിയോടുകൂടി ഭഗവാനോട് പറയുകയാണ്, ഭഗവാനെ താങ്ക്സ്. എന്തുകൊണ്ടാണെന്നറിയോ? ആ നിമിഷം വരെ മഹാമന്ത്രിയുടെ പദവിയുള്ളതുകൊണ്ട് എല്ലാ അധർമ്മങ്ങളും അവിടെ നടത്തിക്കൊണ്ടും അവിടെ തന്നെ നിൽക്കാനായിട്ട് വിധിക്കപ്പെട്ടു പോയി വിതുരർ. ഇപ്പോൾ രാജ്യത്ത് നിഷ്കാസനം ചെയ്യുക എന്നൊരു പേരിൽ തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇത് എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ആയിക്കോട്ടെ, ഇനി എന്തായാലും ഈ രാജ്യത്തിൽ ഞാൻ നിൽക്കുന്നില്ല, ഞാൻ തിരിച്ചു പോവുകയാണ്. ക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥാടനവുമായിട്ട് ഞാൻ എൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. ഈ യുദ്ധം കണ്ടുകൊണ്ട് എനിക്ക് നിൽക്കാനുള്ളതായിട്ടുള്ള താല്പര്യം ഇവിടെ ഇല്ല എന്ന്. അങ്ങനെ വിതുരർ തൻ്റെ തീർത്ഥാടനമായിട്ട് യാത്ര പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ്റെ ഉറ്റുതോഴനായിരുന്ന ഉദ്ധവർ വരുന്നു, മരൂരി എടുത്തുകൊണ്ട് വളരെ വിഷണ്ണനായിക്കൊണ്ട്. അപ്പോൾ യുദ്ധം സന്നാഹമായ അവസ്ഥയിൽ അദ്ദേഹവും തീർത്ഥാടനവുമായിട്ട് പുറപ്പെട്ടതായിരുന്നു. അപ്പോൾ വിതുരർക്ക് ഉദ്ധവരെ കണ്ടപ്പോൾ ആദ്യം മനസ്സിലായപ്പോൾ പറയുകയാണ്, ഇങ്ങോട്ട് പോരുമ്പോൾ ഭഗവാൻ അങ്ങക്ക് കുറേ ഉപദേശം തന്നിട്ടുണ്ടായിരിക്കുമല്ലോ, ആ ഉപദേശങ്ങളൊക്കെ എനിക്കൊന്ന് കേൾപ്പിച്ചു തരുമോ എന്ന് ഉദ്ധവർ ചോദിക്കുകയാണ്.
അപ്പോൾ പറഞ്ഞു, ഭഗവാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ തീർത്ഥാടനത്തിന് പോയിക്കോളൂ, പോകുന്ന വഴിയിൽ വിദുരനെ കാണുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ എല്ലാ ഉപദേശങ്ങളും അങ്ങയെ കേൾപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൃഷ്ണ അയച്ചത് എന്ന്. നമ്മുടെ ജീവിതത്തിൽ ഒരു അപമാനിക്കപ്പെടുന്ന സമയം വരുമ്പോൾ, ദുഃഖം അനുഭവിക്കേണ്ട ഒരു സമയം വരുമ്പോൾ, എന്തിനാണ് ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിന്നിട്ടും ശരി മാത്രം ചെയ്തിട്ടും നമ്മളെല്ലാം നല്ലവരായിട്ടും എന്തേ ഭഗവാൻ എന്നോടിങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുന്ന മനോഭാവമാണ് അധിക ആളുകൾക്കും. ഇവിടെ ഉദ്ധവർ വളരെ നല്ല അക്യൂറേറ്റായിട്ടുള്ളൊരു ഡിസിഷൻ പറഞ്ഞു തരികയാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി. ഒരു പക്ഷേ നമ്മളെ പുറത്താക്കുന്നത് കൂടി നമ്മുടെ വലിയ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം. ഞാൻ പല ആളുകളെക്കുറിച്ചും പല കഥകളും ഈ ലോകത്ത് അനുഭവ കഥകളും കേട്ടിട്ടുണ്ട്. അനുഭവങ്ങൾ പലരും എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. സന്ദർഭങ്ങളിൽ വളരെ മോശം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും, പക്ഷേ സന്ദർഭം മാറി വരുമ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്രയും അനുഗ്രഹം ഉണ്ടായല്ലോ എന്ന് ചിന്തിക്കാനുള്ള നിമിഷങ്ങൾ എല്ലാം ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയാൻ സാധിക്കില്ല. എങ്കിലും ഉദ്ധവരുടെ മഹാഭാരതത്തിലൊരു സന്ദേശം ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിലെ കഷ്ടം വരുമ്പോൾ എന്തിനെന്നോടിങ്ങനെ ചെയ്തു ഭഗവാനെ എന്ന് ചോദിക്കാതെ ഇതിലും എന്തോ ഒരു നന്മ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വരനോട് മനസ്സ് നിറച്ച് നന്ദി പറയും. സാരല്ലേ ഭഗവാനെ, ഒരു പക്ഷേ കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ട് വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ വേണ്ടി നിങ്ങളെ തയ്യാറെടുപ്പിക്കുകയായിരിക്കാം. അറിയാലോ, IAS പരീക്ഷ പാസ്സാവുന്ന കുട്ടികൾ എത്ര വർഷം പല രീതിയിൽ, പല ഭാഷ, പല ഫുഡ്, പല ടൈപ്പ് ഓഫ് ട്രെയിനിങ് എല്ലാം കഷ്ടത്തിലൂടെ കടന്നിട്ടാണ് ഒരു നാടിനെ ഭരിക്കാനുള്ള കല ഡെവലപ്പ് ചെയ്ത് അവരെ കളക്ടർ എന്ന പദവിയിലേക്ക് IAS എന്ന പദവി കൊടുക്കുന്നത്. അതുപോലെ ജീവിതത്തിൽ വലിയ ഉത്തരവാദിത്വങ്ങളും വലിയ നേട്ടങ്ങളും നേടാനുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, കഠിനമായ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടില്ല എങ്കിൽ, അതിനെല്ലാം അതിജീവിക്കാനുള്ള ശക്തി നിങ്ങളുള്ളിൽ ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ ആ ഉത്തരവാദിത്വത്തിന് വേണ്ട രീതിയിൽ നിറവേറ്റാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെന്നിരിക്കും. അതുകൊണ്ട് കഷ്ടവും കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളും, ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, മുജ്ജന്മഗത കർമ്മങ്ങളാണ് ഈ ജന്മത്തിൽ കർമ്മഫലങ്ങളുടെ രൂപത്തിൽ വരുന്നത്. പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോൾ പോലും അത് നമ്മളുള്ള ഊർജം നഷ്ടപ്പെടുത്തും. പോസിറ്റീവിൽ ചിന്തിക്കൂ. ഈ കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ എന്തൊരു ഹാർഡായിട്ടുള്ള റിസ്കിനെയും എടുക്കാനുള്ള പവർ എൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യപ്പെടും, ഇച്ഛാശക്തി വർദ്ധിക്കും. ശനിദശ ദോഷമെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷേ എൻ്റെ അനുഭവം ശനിദശ ഒരു മനുഷ്യൻ്റെ ഇച്ഛാശക്തിയെ വർദ്ധിപ്പിക്കാൻ വരുന്നതാണ്. അതുകൊണ്ട് ആ ഇച്ഛാശക്തിയെ വർദ്ധിപ്പിക്കാനുള്ളതായിരിക്കുന്ന തപസ്സും നമ്മുടെ കഠിന പരിശ്രമവും ഉണ്ടെങ്കിൽ ആ ഇച്ഛാശക്തി നിങ്ങളെ നമ്പർ 1 വിജയിയാക്കി മാറ്റും. അങ്ങനെ ശനിദശ നമുക്ക് അനുഗ്രഹമാക്കി മാറ്റാൻ സാധിക്കും, കഷ്ടപ്പാടുകളെ നന്മയിലേക്ക് മാറ്റാൻ സാധിക്കും. ഇത് തന്നെയാണ് മഹാഭാരതത്തിലെ അത്തരമൊരു സന്ദർഭത്തിലൂടെ നമുക്ക് തരുന്നതായിട്ടുള്ള സന്ദേശവും. അതുകൊണ്ട് കഷ്ടം വരുമ്പോൾ മനസ്സ് മടുക്കരുത്, ഭഗവാനൊന്ന് പിണങ്ങരുത്. കഷ്ടം വരുമ്പോൾ കുറച്ച് കൂടുതൽ ഇറുക്കി പിടിച്ചോളൂ, ഭഗവാനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തിക്കോളൂ. എന്നാൽ ജീവിതം വളരെ സുഖകരമായിട്ട് ഹൈറ്റ്സിലേക്ക് പോകാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.